ലോകത്തിലെ ഏറ്റവും വേദനാജനകമായ ദിനങ്ങളിലൊന്നാണ് ഓഗസ്റ്റ് 6. അണുബോംബിന്റെ ഭീകരത ലോകം ആദ്യമായി തിരിച്ചറിഞ്ഞ ദിവസം. മറക്കാനാവാത്ത മുറിപ്പാടുകൾ നൽകിയ ആ കറുത്ത ദിനത്തിന് 81 വർഷം തികയുകയാണ്. ഓഗസ്റ്റ് 6 പ്രാദേശിക സമയം രാവിലെ 8:15. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ നഗരം. യുദ്ധവേറിമൂത്ത അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ നിഷ്കളങ്കരായ ഒരു ജനതയ്ക്ക് മേൽ നടത്തിയ അതിക്രൂരമായ ആക്രമണം. എനോള ഗെ B-29 ബോംബർ വിമാനത്തിൽ നിന്ന് അമേരിക്ക വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിൽ പൊലിഞ്ഞത് 1.5 ലക്ഷത്തോളം ജീവനുകൾ. 3.5 ലക്ഷം ജനസംഖ്യ വരുന്ന നഗരത്തിലെ പകുതി പേരും നിമിഷാർത്ഥത്തിൽ ഛിന്നഭിന്നമായി. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 15,500 ടൺ TNTയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു. ആ നിമിഷത്തെക്കുറിച്ച് സാക്ഷികൾ വിവരിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിച്ച് നിന്നുപോകും. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ നഗരം വെട്ടിത്തിളങ്ങി. അന്തരീക്ഷോഷ്മാവ് 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. പർവ്വത സമാനമായി പുക ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. യോദോ നദി തിളച്ചുമറിഞ്ഞു. 37,000-ഓളം പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. ഉരുകി വീണ തൊലിയും മാംസവുമായി ഒരിറ്റ ആശ്വാസത്തിനായി അവർ തിളച്ചുമറിയുന്ന പുഴകളിലും കിണറുകളിലും എടുത്തു ചാടി. എന്നാൽ ആ വെട്ടിത്തിളക്കുന്ന നദികൾ ആശ്വാസത്തിന് പകരം എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത്. ഒട്ടേറെ പേർ ആ നദികളിലും കിണറുകളിലും വെന്തു മരിച്ചു. അതിനപ്പുറത്തേക്ക് ആ ദുരന്ത നിമിഷങ്ങളുടെ വർണ്ണന കേട്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. ആണവ പ്രസരണം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ അവിടുത്തെ ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 80 വർഷങ്ങൾക്ക് ശേഷവും ലോകം ആ നടുക്കുന്ന ഓർമ്മകൾ പേറുന്നു. അണുബോംബ് വർഷമുണ്ടാക്കിയ ആരോഗ്യപരവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഇന്നും ആ ജനതയെ വേട്ടയാടുന്നുണ്ട്. ഇപ്പോഴും അവിടെ കുട്ടികൾ ജനിതക വൈകല്യങ്ങളോടെയാണ് ജനിക്കുന്നതെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ 2 ചേരിയിലായി നിന്ന് 1939 മുതൽ 1945 വരെ നടത്തിയ 2ാം ലോകയുദ്ധത്തിൻ്റെ ഏറ്റവും വിനാശകരമായ നിമിഷങ്ങളായിരുന്നു ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷം. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. പിന്നീട് ജർമ്മനി മെയ് 8-ന് നിരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ഹിരോഷിമയിൽ ബോംബിട്ടതിന് പിന്നാലെ ജപ്പാൻ കീഴടങ്ങുമെന്ന് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. അതോടെ രണ്ടാമതും ജപ്പാനെതിരെ അണുബോംബ് പ്രയോഗിക്കാൻ തീരുമാനമായി. ഓഗസ്റ്റ് 9-ന് രാവിലെ 9 മണിക്ക് നാഗസാക്കിയിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെടുന്ന പ്ലൂട്ടോണിയം ബോംബ് പതിച്ചു. ഒടുവിൽ ഓഗസ്റ്റ് 15-ന് ജപ്പാൻ കീഴടങ്ങി. യുദ്ധം മനുഷ്യനെയും മനുഷ്യരാശിയെയും കാലങ്ങളോളം വേട്ടയാടുന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഉദാഹരണമാണ് ഹിരോഷിമ. മനുഷ്യരാശിക്കുമേൽ യുദ്ധവും ആണവായുധ പ്രയോഗങ്ങളും ഏൽപ്പിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.